ഹായ്, നമുക്ക് ഇന്നൊരു ചിക്കൻ സ്ട്രൂ ദോശ ഉണ്ടാക്കാം. ആദ്യം കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് 2-3 പട്ടയിട്ട് അത് ചൂടായി വരുമ്പോൾ 2-3 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ഇഞ്ചിയും ചേർത്ത് അതൊന്ന് വഴറ്റി 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് വിട്ട് അത് നന്നായി വഴറ്റി അതിനുശേഷം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ചിക്കന് നമ്മൾ ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട, ഒരു 2-3 എല്ലില്ലാത്ത കഷ്ണങ്ങൾ നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ മാറ്റി വെച്ചാൽ മതി. അപ്പം നമുക്കൊരു കറിയായി. അപ്പോൾ ഇതിനകത്ത് ആ ചിക്കനും ഇട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ സവോളയും ചേർത്ത് കൊടുക്കാം. സവോളയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു പിടി തേങ്ങ പാല് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ 1/4 പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബാക്കി തേങ്ങൻ്റെ ആത്മാവ് വരെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാകട്ടെ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. ആ തേങ്ങാപ്പാലിനകത്ത് കിടന്നിട്ട് വേണം ഇത് വെന്ത് കിട്ടാൻ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കത് വേവിക്കാൻ വെക്കാം. അത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശക്കല്ല് ചൂടാകുമ്പം അതിനകത്ത് എണ്ണ ഒഴിച്ച് മാവ് കോരി ഒഴിച്ച് നമുക്ക് ദോശ ഇടാം. ദോശമാവെന്ന് പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് അരച്ച് ചുടുന്ന ദോശയാണ്. അതിനകത്ത് നമ്മൾ 2-3 സാധനം കൂടെ ചേർക്കും. അതായത് ഒരു സവോളയുടെ പകുതിയും ഒരു പിടി തേങ്ങ ചിരവിയതും ചേർത്ത് നന്നായി അരച്ച് അപ്പം തന്നെ ചുടുന്ന ദോശയാണ്. അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് ചാറൊക്കെ വറ്റി നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/4 പാലും കൂടെ ചേർത്ത് കൊടുക്കും. 1/4 പാൽ ചേർത്ത് നന്നായി ഇളക്കി അതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കറിവേപ്പില നിർബന്ധമായിട്ടും വേണം. മല്ലിയില അതിൻ്റെ രുചി ഇഷ്ടപ്പെടുന്നവർ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിനുശേഷം പച്ച വെളിച്ചെണ്ണ നനച്ച് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ദോശയും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി പുതിയ വീഡിയോയിലൂടെ പുതിയ വിഭവമായിട്ട് നമുക്ക് കാണാം.